അവനെ കാണുമ്പോ ഒരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നടാ. എന്റെ പ്ലാൻ അവൻ കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ചല്ലോ. അവനെ പോലുള്ള ഒരാളുടെ കൂടെ വേണം പൊരുതാൻ. നല്ലോണം തൃപ്തിയായടാ എനിക്ക്. ഇതൊക്കെ ദേ ഈ മരമണ്ടനെ കൊണ്ട് സംഭവിച്ചതാ. എന്ത് പറയരുതെന്ന് പറഞ്ഞ അതും പറഞ്ഞാ വന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ ഓടി പോകാൻ പാടില്ലേ? എന്തിന്? ഇവനെയൊക്കെ എൻകൗണ്ടറിൽ തീർത്ത് കളയാം. യൂണിയൻ ലീഡറിനെ കൊന്നതിന് ശേഷം ലേബേഴ്സ് ലീഡർ ഇല്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇവനെ ആ ലേബേഴ്സിന്റെ ലീഡറാക്കിയേക്ക്. അതെങ്ങനെയാ? ഏയ്, ഇവനൊന്നിനും കൊള്ളാത്ത മണ്ടനാടാ. ഇതുപോലത്തെ ഒരുത്തൻ ലേബേഴ്സിന് ലീഡറായാൽ നമ്മളെ പോലുള്ള ആൾക്കാർ സന്തോഷമാണ്. ലോയറെ സാർ. ശരി സാറേ. തരുന്ന ജോലി വൃത്തിക്ക് ചെയ്യാത്തവന്മാരെ കൊല്ലുന്ന വില്ലനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ലീഡറാക്കുന്ന വില്ലൻ ഇപ്പോഴാണ് ഞാൻ ആദ്യം കാണുന്നത്. ഇവൻ ഏത് ടൈപ്പാ? നിങ്ങളൊക്കെ ആരെന്ന് പറയും? ഒരാണാടി തിരിച്ചറിയാൻ പറ്റുന്നില്ല ആളിയാ. ഒന്നും മിണ്ടായിരിക്കും. ആണാണോ പെണ്ണാണോ ഇവള് പറയും അല്ലേ? ബോസ് എങ്ങനെ ഇത്രയും ദൂരം എത്തിയില്ലേ ബോസ്? ഒന്ന് തൊട്ട് നോക്കിട്ട് പോയേക്കാം സാറേ. എടാ പോടാ. ഈ സ്ഥലം കാലിയാക്കിയില്ലെങ്കിൽ ഓടുന്നത് മാത്രമല്ല എല്ലാ പരിപാടിയും തീർത്തിട്ട് പോകും. സിമ്പിൾ ആയിട്ട് ഒരു സാമ്പിൾ കാണിച്ചിട്ട് പോവാം. നീ എപ്പോഴാണ് ഇവിടെ എത്തിയേ? മെനിഞ്ഞാന്ന് വന്നതാ. പിന്നെ എന്തുകൊണ്ടാ എന്നെ ഒന്ന് കാണാത്തെ? ആരാടാ നീ? ഞാൻ സംസാരിക്കുമ്പോ ഇടയിൽ കയറുന്നത് എനിക്ക് വളരെ ദേഷ്യമുള്ള ഒരു കാര്യമാണ്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാ പിന്നെ മുന്നും പിന്നെ ഞാൻ നോക്കാറില്ല. പിന്നെ നീ അവിടെ റാഗി തൊട്ടിരിക്കുക. എടാ എന്നെ റാഗിയടാ. എന്താ പറഞ്ഞ? തൊടുമ്പോ മനസ്സിലാക്കി പറയണമെന്നോ? ആണാണോ പെണ്ണാണോ? എനിക്കിത് കാണിച്ചു തരുമോ? പറയടാ, അടിച്ചതാണോ അതോ പെണ്ണോ? കണ്ണടയ്ക്ക്. ഒന്ന് പോടാ. നോക്കാം നോക്കാം. ഞാൻ ഏത് കൈ കൊണ്ട് അടിച്ചേ? ഇടതോ വലതോ? എന്തിയൊന്ന് പറയടാ. ഒയ്യോ, ബോസിനെ ആരെങ്കിലും അടിക്കോ? അടിക്കോ 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 പറയടാ. അവരെ വിളിച്ച നീ എന്തിനാ വന്നേ? എന്താടാ നോക്കുന്നേ? ആരെ വരാൻ പറയുന്നോ അവര് വരണം. അവര് വരണം. ഇനി അങ്ങനെ വരരുത്. അവിടെ പോയി നിന്നോ. പൊയ്ക്കോ. നിന്റെ പ്രശ്നം എന്താ? ജിമ്മിൽ പോയിട്ട് വന്ന നീ വലിയ ആണെന്ന് വിചാരിച്ചോ? ഓയ്യാ, ഒന്ന് കാണിച്ചേ. കാണിക്കടാ. വേഗം വേഗം കാണിക്കേ. ഞാൻ കാണിക്കില്ല. നീ എന്നെ തല്ലാണ്. ശരി, തല്ലില്ല. കാണിക്കേ. തീർച്ചയായിട്ടും അടിക്കില്ലടാ. കാണിക്കേ. ഒരു മിനിറ്റ് കുരിഞ്ഞ്. ഇങ്ങനെ ഒരാൾ അടിക്കാമോ? നിങ്ങളാണോ ബോസ്? അടിക്കോ അടിക്കടാ. നീ എന്തിനാ അവനെ അടിച്ചേ? ചേട്ടാ വേണ്ട, അടിക്കണ്ട. എല്ലാരും ഒന്നിങ്ങോട്ട് വന്നേ. വാ വാ വാ, റൺ 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 റൺ. ഇനി വല്ല സ്ഥലവും വേണോന്ന് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് കേറി വന്നാ വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? നിന്റെ സ്ഥലം വലിയ സ്ഥലമാണോ? നിന്റെ വീട് ഇടിച്ച് കളഞ്ഞിട്ട് നിന്റെ അച്ഛന്റെ ശ്മശാനവും ഞങ്ങൾ ഇടിച്ച് തകർന്ന് കളയൂടാ. നിന്നെ നിന്റെ അനിയത്തിയും വെട്ടി തുണ്ടും തുണ്ടും ആക്കിയിട്ട് അതേ ശ്മശാനത്തിൽ കുഴിച്ച് മൂടൂടാ നിങ്ങള്. നീ വേണേ നോക്കോ. നമ്മുടെ തലവന് വിജയിക്കട്ടെ. MLA സാറിന്. ഫാക്ടറി തൂത്തുവാരി തുടച്ചവനൊക്കെ കണ്ടില്ലേ, ഇന്ന് ലീഡറാണ്. എവരി ഡോഗ് വിൽ ഹാവ് എ ഡേ എന്ന് പറഞ്ഞ ഇതാണ്. ഇയാളിപ്പോ പറഞ്ഞ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, അത് മലയാളത്തിൽ പറഞ്ഞ എങ്ങനെയാ? പൊട്ടന്മാർക്ക് പോലും പദവി കിട്ടും. വോട്ട് ചെയ്യുന്നവര് മഹാപൊട്ടന്മാരാണെങ്കിൽ. നോ കമന്റ്. എന്നാലും MLA സാർ വിജയിക്കട്ടെ. പാവങ്ങളുടെ നായകൻ വിജയിക്കട്ടെ. എന്തിനാ വീഴുന്നത്? MLA ഫാൻസ് ആണോ? മോനെ ചന്റി, എന്തു പറ്റി? എന്തിനാ ഇവര് തല്ലി കൊണ്ടുവന്നിരിക്കുന്നത്? അങ്ങനെ എന്താ സംഭവിച്ചേ? അവന്റെ പെങ്ങളടുത്ത് മോശമായി പെരുമാറി. പെങ്ങളുടെ ദേഹത്ത് കൈവയ്ക്കാൻ നോക്കി. ജോലിയില്ലാത്ത മണ്ടന്മാർ. ഇവരുടെ കുടുംബത്തിന് നമ്മൾ ഒരുപാട് കടമപ്പെട്ടിരിക്കുന്നടാ. ഇവൻ ആരാന്നാടാ നിങ്ങൾ വിചാരിച്ചത്?
ഇവൻ എന്റെ ബന്ധുവെ പോലെയാടാ, സ്വന്തം ബന്ധുവെ പോലെയാ. എന്റെ മുത്തശ്ശൻ കൈകെട്ടി നിൽക്കുമ്പോ, ഒന്നുമില്ലാത്ത സമയത്ത് ഈ നാട്ടിൽ വരുമ്പോ ഇവന്റെ മുത്തശ്ശനാണ് ഞങ്ങൾക്ക് ജീവിക്കാനുള്ള ഒരു മാർഗം ഉണ്ടാക്കി തന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോടാ? വിശപ്പിന് ഭക്ഷണം തന്നു, താമസിക്കാൻ വീട് തന്നു, ഉടുക്കാൻ തുണി തന്നടാ. അറിയോടാ നിങ്ങൾക്ക്? എത്ര വലിയ കുടുംബമാണെന്ന് അറിയോടാ നിങ്ങൾക്ക്? ആ കുടുംബത്തിലെ പെണ്ണിന്റെ മേലെ നിങ്ങൾ കൈവെക്കൂടാ. ഈ കുട്ടിയുടെ മേത്താടാ കൈവച്ചത്. വീണ്ടും ഒരു പ്രാവശ്യം നീ ഇങ്ങനെ ചെയ്താണ്ട് നിന്റെ കൈ വെട്ടിക്കളയടാ ഞാൻ. കൊന്നു കുഴിച്ചു മൂടൂടാ. ബുദ്ധിയില്ലാത്തവനെ. പോടാ അവിടുന്ന്. ഹീറോ, കൈകൂപ്പി ജനങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ്. എന്റെ കൂടെയുള്ളവർ ചെയ്ത തെറ്റിന് വേണ്ടി ക്ഷമ ചോദിക്കുന്നു. MLA സാറിന് MLA സാർ MLA സാർ MLA സാർ മോളെ, പ്രായമായ മകളുടെ തന്തയുടെ ഹാർട്ട് ബീറ്റ് ചാർജ് തീരാൻ പോകുന്ന മൊബൈൽ പോലെയാ. നീ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ ഞാൻ മൂക്കി പഞ്ഞി വെക്കേണ്ടി വരും. മഹാലക്ഷ്മിയെ പോലെയുള്ള നിനക്ക് വേണ്ടി സാധാരണ ആൾക്കാർ ശരിയാവില്ലെന്ന് ഈ ദേശം മുഴുവൻ കറങ്ങി കറങ്ങി വിഷ്ണുമൂർത്തിയെ ഞാൻ അന്വേഷിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് നിനക്കൊരു വരനായിട്ട്. 6 അടിയുള്ള സുന്ദരൻ, അജാനുബാഹു, കാണുന്നവരെ കുളിർകൊള്ളിക്കുന്ന സൗന്ദര്യം, 60 ഏക്കർ സ്ഥലവും 60 കിലോ സ്വർണവും സ്വന്തമായിട്ടുള്ളവൻ. അവനെ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ ഈ ഗ്രാമം തന്നെ സന്തോഷിക്കും. അല്ല, അവരുടെ ഗ്രാമം സന്തോഷിക്കുന്ന പറഞ്ഞ നമ്മുടെ ഈ ഗ്രാമത്തെ ജനങ്ങളെല്ലാം കണ്ണീരൊഴുക്കിക്കൊണ്ട് നിൽക്കും. മോളെ മോളെ പൊന്നു മോളെ, അവനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കൂ പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി ശരി ചെയ്തോളാം, നിങ്ങൾ പൊയ്ക്കോ. പോകാൻ മാമൻ പറഞ്ഞത് അങ്ങനെ തന്നെ അനുസരിക്കാണോ വാസ? അപ്പൊ എന്റെ ചേട്ടനെ പ്രേമിക്കുന്നു പറഞ്ഞതൊക്കെ കല്യാണ ചെറുക്കം വീട് വരെ വരില്ല പോലും. എന്താ വരാണ്ട്? അഡ്രസ് അറിയില്ലെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചു വരും. ആണല്ലേ? അഡ്രസ് അറിഞ്ഞാൽ തന്നെ മതി, അപ്പൊ തന്നെ അവിടുന്ന് എസ്കേപ്പ് ആവും. അതെങ്ങനെയാടി? എന്റെ ഫേസ് വാല്യൂ അങ്ങനെ ആയതുകൊണ്ട്. നാട്ടിൽ ആരോട് ചോദിച്ചാലും എന്നെ കുറിച്ച് നല്ലത് പറയില്ല, പറയാനും ഇല്ല. എടാ മോനെ, ചേട്ടാ ഇങ്ങോട്ട് വന്നേ. എന്താ ചേട്ടാ? ഇവിടെ അഡ്രസ് എവിടെ അറിയണോ? എങ്ങനെ കണ്ടുപിടിച്ചു? ചേട്ടൻ കണ്ടപ്പോഴേ മനസ്സിലായല്ലോ. മുർസൽ ബുജി സാറിന്റെ വീട് എവിടെയാ? അവിടെ തനിക്ക് എന്താ കാര്യം? വീട്ടിൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ മോളെ പെണ്ണ് കാണാൻ വന്നിരിക്കുക. അവളെയോ? ചണ്ടി. ഓ, അവളെയോ? അവളെന്നൊക്കെ പറയുന്നു. ആ പെണ്ണിന്റെ ക്യാരക്ടർ ബാഡ് ആണോ? ഞങ്ങള് കുടുംബക്കാരാ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. ഓ, പെണ്ണെങ്ങനെയുണ്ടാവും? മേക്കപ്പ് ഇട്ട രാക്ഷസി പോലെ ഇരിക്കും. നല്ല ഗംഭീരമായിരിക്കും. ചേട്ടാ, അവള് വാ തുറന്ന് സംസാരിച്ച് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. ഭൂമിയാണോ? അങ്ങനെ പറയരുത്, ഇവിടുത്തെ മാലാകയാ. ദുർദേവതയാ. ചേട്ടാ, അവള് ചിരിച്ചാലേ മുത്തു താഴെ വീഴുന്നു. പല്ല് തെറിക്കും. ചേട്ടാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി തിരിച്ചു വരുന്നവരെ തലപൊക്കില്ല. എന്റെ ജീവൻ പോയി. അയ്യോ ചേട്ടാ, നല്ല ഗ്ലാമർ ആണല്ലോ, എങ്ങനെ മെയിൻറ്റെയിൻ വെയില് ചെയ്യുന്നു? കൊണ്ട് കറുത്തതാ, ഇല്ലെങ്കിൽ ഞാനും മോഹൻലാൽ ഒരുപോലെ ഉണ്ടാവും. അതൊക്കെ, പക്ഷെ ഹൈറ്റ് എന്താ? ഹൈടെക് സിറ്റിയിൽ ജോലി ചെയ്യുന്ന എന്റെ ഹൈറ്റ് നിനക്ക് അത്യാവശ്യമാണോ അനിയാ? ആ പഞ്ചായത്ത് മിനിസ്റ്റർ എന്താടാ മോനെ? ഒന്നിങ്ങോട്ട് വരൂ. ആളാരെന്ന് മനസ്സിലായോ? ഇവനെന്താ കോമാളിയാണോ? അതെ, സർക്കസിലെ ചുമ്മാ ഇരിക്കടാ. വസന്തലക്ഷ്മി പെണ്ണ് കാണാൻ വന്നിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ട് ഇവിടുന്ന് വേറെ ഏതോ നാട്ടിൽ പോയി സെറ്റിൽ ആവാൻ പോകുന്നു. എന്തിനാ ഇപ്പൊ റിവേഴ്സ് ഗിയർ ഇടുന്നത്? എടാ മണ്ട, നമ്മള് ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞ അവൻ ചെയ്യുന്ന് പറഞ്ഞ് അവളെ തന്നെ കെട്ടും. കണ്ട അറിഞ്ഞൂടെ? നോ. ഈ പ്രശ്നത്തിനുള്ള പരിഹാരം ഞാൻ പറയാം. എന്താ ചേട്ടാ? എന്നെ അവിടെ കൊണ്ടുപോകൂ. ശരി, വാ, നമുക്ക് പോയി നോക്കാം. വരൂ 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 വരൂ. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ പെണ്ണ് കാണാൻ വന്നത് ഞങ്ങളുടെ മഹാഭാഗ്യമാണ്. നോ, ഞാൻ പെണ്ണ് കാണാൻ വേണ്ടിയല്ല ഇവിടെ വന്നത്, കല്യാണം കഴിക്കാനാണ് വന്നത്. എന്റെ ഭാര്യ എവിടെ? ഭാര്യ നിക്ക്. അതിനൊക്കെ ചില റൂൾസ് ഇല്ലേ? നിങ്ങൾ പെണ്ണിനെ കാണണം, പെണ്ണ് നിങ്ങളെ കാണണം. ധൃതിയൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്റെ ഭാര്യ വിളിക്ക്. ഭാര്യയെ പറ്റില്ല, അത് നടക്കില്ല. ഒരു ഗ്രാമ തലവനായ ഞാൻ പറയുന്നു, ഞങ്ങളുടെ മഹാലക്ഷ്മിയെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഞാൻ സമ്മതിക്കില്ല. എടോ ഗ്രാമത്തലവാ, ഈ ഗ്രാമത്തിലെ മഹാലക്ഷ്മി പറഞ്ഞേക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഞാനും അത് തന്നെയാണ് എടോ, ആലോചിച്ചോണ്ട്. ആലോചിക്കാൻ നീ ആരാണ്? എവിടെ നമ്മുടെ പഞ്ചായത്ത് നേതാവ്? ഇടയ്ക്ക് നിൽക്കുന്ന ഇവൻ ആരാണ്? എന്റെ ഭാര്യ എന്റെ കൂടെ പറഞ്ഞു വിടൂ. എന്റെ ജീവൻ എനിക്ക് തിരിച്ചു തരൂ. കം ഓൺ മൈ ഡിയർ വൈഫ്. എടാ മോനെ, എന്റെ ഭാര്യയുടെ പേരെന്താ? വസന്തലക്ഷ്മി. ഓഹോ, വസന്തലക്ഷ്മി. എന്റെ ജീവിതത്തിൽ വസന്തം വിതറൂ. കം ഓൺ മൈ ഡാർലിംഗ്, കം ഓൺ മൈ ഡാർലിംഗ്, കം ഓൺ എനിക്ക് നാണാവുന്നു. നാട്ടുകാരെല്ലാരും കൂടി ചേർന്ന് എന്നെ ഇവിടുന്ന് നാട് കടത്താനുള്ള പദ്ധതിയാണല്ലേ? അത് കണ്ടറിയാം. നിങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ലേ? അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു പോയല്ലേ എന്നെ? ധർമ്മേച്ഛ,
അർത്ഥേച്ഛ, യോഗ്യേച്ഛ. ഓം ശാന്തി, ഓം ശാന്തി, ഓം ശാന്തി. നമ്മുടെ കല്യാണം കഴിഞ്ഞു. പോര്, പോര്. എന്താടി ഒന്ന് ക്ഷമിക്കുന്നേ. ആൾക്കാരൊക്കെ ഉണ്ടടി. ഇതൊക്കെ വീട്ടിൽ പോയിട്ട് പോരെ. കുട്ടപ്പനാണ് നീ. നിന്നെ ഞാൻ വിടില്ല, നോക്കിക്കോ. ഞാൻ കണ്ണു മൂടുവാണേ. ശ്ശോ, എന്താ ചെയ്യാ? അയ്യോ, അയ്യോ. എന്താടി ഇത്? എന്താ? ദൈവമേ, പബ്ലിക്കിൽ നാണം കിട്ടും. എന്തുവാടാ ഇപ്പോഴും നിനക്ക് എന്നെ കല്യാണം കഴിക്കണോ? ചേട്ടാ ചേട്ടാ, എടാ, ഇങ്ങോട്ട് പോയി. ഓടിപ്പോയി പേടിത്തൊണ്ടൻ. അഞ്ജലി, എനിക്ക് ഈടെയായൊരു സംശയം. നിനക്കും ആ ചാണ്ടിക്കും തമ്മിൽ എന്തോ ഇല്ലേ? എന്തുണ്ടവന മണ്ണം കട്ട. അതല്ലടി, നിനക്കും അയാൾക്കും ഇടയിൽ എന്തോ കെമിസ്ട്രി വർക്കാകുന്നില്ലെന്ന്. ഒന്ന് പോടി. ഓ, അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ അവൻ ഇത്രയധികം ചെയ്തിട്ട് നീ എന്താ ഇങ്ങനെ സൈലന്റ് ആയി നിൽക്കുന്നേ? നിന്റെ ചേട്ടനോട് പറഞ്ഞൂടെ? പറയാ, ആ, പക്ഷേ എങ്ങനെ? അങ്ങനെയെങ്കിൽ അവന് നിനക്ക് ഇഷ്ടപ്പെട്ടു എന്നർത്ഥം. അതുകൊണ്ടല്ലേ നീ ചേട്ടനോട് പറയാത്തെ, അല്ലേ? നിനക്കൊന്നും അറിയില്ല. അഞ്ജലി, നീ ചെയ്യുന്നൊന്നും ശരിയല്ല. ഒന്ന് ചോദിക്കട്ടെ, ആ ചണ്ടിയുടെ കൂടെ അവന്റെ സ്ഥലമൊക്കെ കറങ്ങി പാട്ടൊക്കെ പാടി നീ ചുറ്റി കറങ്ങുന്ന കേട്ടല്ലോ, അതൊക്കെ ശരിയാണോടി? അതെന്റെ ഇഷ്ടം. നിനക്കെന്താ കാര്യം? എനിക്കെന്തോ, ഞാൻ നിന്റെ ഫ്യൂച്ചർ ഹസ്ബൻഡ് ആണ്. നീയോ? ഹസ്ബൻഡോ? എന്റെയോ? അതല്ലാതെ വേറെ ആരാ? ആ ചണ്ടിയാണോ വരുന്നേ? അതേടാ, ആ ചണ്ടി തന്നെ. ആരോട് വേണമെങ്കിലും പോയി പറഞ്ഞു. നീ നോക്കോ, എല്ലാ അമ്മാനോട് ഞാൻ പോയി പറഞ്ഞേക്കാം ഇപ്പൊ തന്നെ. പോടാ. അതൊക്കെ പോട്ടെ അഞ്ജലി, ആ പെൺകുട്ടി ആരാ? ഏയ്, ആ പെൺകുട്ടി മേലെയും താഴെ മാച്ചിങ് ഡ്രസ് ഇട്ടിരുന്ന ആ പെൺകുട്ടി. ഏത്? ആ മരമോന്ത പെണ്ണോ? ആ പെൺകുട്ടിയായി ചണ്ടിക്ക് എന്തോ ബന്ധമുണ്ടെന്നാ തോന്നുന്നു. കൊന്നോളൂ ഞാൻ. എന്നെയോ? അല്ല, ആ മരമോന്ത പെണ്ണിന്. ചണ്ടി എന്റെ മാത്രം.